മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്കും ഒന്നാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം നടത്തുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്ത് എന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ മൂന്നാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, 2 ദിവസം തുടർച്ചയായി 2 ദിവസമാണ് ഇപ്പോൾ വീണ വിജയനെ ഈ കേസ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. വീണ്ടും ചോദ്യം ചെയ്യുമെന്നറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വീണയിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? എന്തൊക്കെ മറുപടികളാണ് വീണ നൽകിയത്? ഇതിൽ പൊരുത്തക്കേടുകളുണ്ടോ, അവ്യക്തതകളുണ്ടോ? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, എക്സാലോജിക്കും CMRലും തമ്മിലുണ്ടായിരുന്ന IT സേവനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മാസപ്പടി കേസ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണ വിജയൻ നൽകിയിരുന്ന ലോണിന്റെ ഡീറ്റെയിൽസ്. അതായത് 2015 ജൂലൈയിലും അത് 50 ലക്ഷം രൂപയാണ് 2015 ജൂണിൽ നൽകിയത്. അത് തിരിച്ചടയ്ക്കാതെ തുടരുകയും ചെയ്തതിന്റെ പലിശ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടവ് ഉണ്ടായില്ല. എന്നിട്ടും 2016 ജൂലൈയിലും വീണ്ടും ഈ ലോൺ അനുവദിക്കുന്നു. 25 ലക്ഷം രൂപ ലോൺ അനുവദിക്കുന്നു. ഈ കാര്യങ്ങൾ CMRന്റെ പണമിടപാടുകൾ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് CMR അത്തരം ഇടപാടുകൾ നടത്തിയത് തുടങ്ങിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വീണയോട് ഇഡിക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നത്. ആ കാര്യത്തിലാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മാത്രമല്ല, പ്രധാനമായും നമുക്കറിയാം, ഈ എക്സാലോജിക് നൽകിയ IT സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CMRL 8 ലക്ഷം രൂപ മാസം നൽകിയത്. അത് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്തിയത് 2.78 കോടി രൂപയാണ് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വീണയുടെ അക്കൗണ്ടിലേക്കും വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. SFIയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് നൽകിയിരുന്നു. ആ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തിരുന്നു. കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇഡി അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ്, അല്പം താമസമുണ്ടായിരുന്നു. അതിനുശേഷം 134 രേഖകളാണ് SFIയുടെ കയ്യിൽ നിന്നും ഇഡിക്ക് ലഭിച്ചത്. അതേസമയം ഈ 29-ാം തീയതിയായിരുന്നു വീണ വിജയനോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. പക്ഷേ SFIയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അടിയന്തരമായി വീണയോട് ഹാജരാക്കാൻ ഫോണിൽ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വീണ ഹാജരായതും. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. ഈ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് ഇഡി മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലാണ് എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയിട്ടുള്ളത് CMRL. അത് 2016 മുതലുള്ള ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എന്ത് സഹായമാണ് CMRന് നൽകിയത് എന്നുള്ളതാണ് ഇഡിക്ക് സംശയമുള്ളത്. അതാണ് ഇഡി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സർക്കാരിനോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കോ CMR പണം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ CMRന് വഴിവിട്ട സഹായങ്ങൾ സർക്കാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അത് വീണയെ ചോദ്യം ചെയ്ത ശേഷമാണ്, ഈ കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്ത ശേഷമുള്ള പൊരുത്തക്കേടുകളിൽ നിന്നാണ് ഇഡിക്ക് വ്യക്തമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം അന്വേഷണം മുൻ പിണറായി വിജയൻ സർക്കാരിനോടും സർക്കാരിന്റെ നേരെയും ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ വീണയുടെ കമ്പനിക്കും വീണയ്ക്കും പണം നൽകിയിരിക്കുന്ന എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം നൽകിയിരിക്കുന്ന കാലയളവ് പരിശോധിച്ച് തന്നെയാണ് ഇഡി അങ്ങനെ ഒരു അസസ്മെന്റിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വീണയോട് പല രേഖകളും ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അത് പലതും ഹാജരാക്കാൻ വീണ്ടും വീണ കാലതാമസം ചോദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വീണ്ടും അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകണം. 3ാം ഘട്ട ചോദ്യം ചെയ്യലാണ് വീണയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഇതിനിടെ വീണയുടെ HDFC ബാങ്കിലെ ലോക്കറുകൾ തുറന്ന് ഇഡി പരിശോധന നടത്തിയിട്ടുണ്ട്. വീണയുടെ മറ്റ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ CMRL കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ, IT സേവനങ്ങൾ നൽകിയെന്ന് പറയുമ്പോഴും അതിനെതിരെ മതിയായ രേഖകൾ ഇതുവരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്ര വലിയ തുകയുടെ, അതായത് 2.78 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ് വീണയുമായിട്ടുള്ളത്. അതേസമയം CMRലെ മറ്റു പണം ഇടപാടുകളും
ED അന്വേഷിക്കുകയാണ്. കർത്ത കുടുംബത്തെ മുഴുവൻ, അവരുടെ സഹോദര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, നമുക്കറിയാം നിപുണ, അതുപോലെ ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ സഹോദര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ നടത്തിപ്പുകാരെ ഉൾപ്പെടെയുള്ള ആളുകളെ, അതായത് കർത്ത കുടുംബത്തെ മുഴുവൻ, ഭാര്യ, മകൻ, മകൾ, അതുപോലെ മരുമകൻ തുടങ്ങിയവരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ED ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ CMRLന്റെ ഈ പണമിടപാടുകൾ, കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. ED അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മുൻ സർക്കാരിലേക്കും EDയുടെ സംശയമുന നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇനി മുൻ സർക്കാരിലേക്ക് എന്തായാലും അന്വേഷണം നീങ്ങുന്നു. ഇത് ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് നടന്നതെന്ന് അറിയണം. മാത്രമല്ല, ഇപ്പോൾ വീണ വിജയനാണ് പ്രധാനമായും ഈ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? അങ്ങനെ തന്നെയാണ് ടോം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വീണ വിജയൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വീണ വിജയനെ ED ചോദ്യം ചെയ്തതിൽ നിന്നും പല കാര്യങ്ങളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടായെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 2017 മുതൽ 2020 വരെയുള്ള പണമിടപാടുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ED ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ, അതായത് പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ, ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരോ എന്തെങ്കിലും സഹായങ്ങൾ CMRന് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് EDക്ക് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ആ സഹായത്തിന് പകരമായിട്ടാണോ CMRL ഇങ്ങനെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഇടപാട് മുന്നോട്ട് വെച്ചത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015-ലും 2014-ലും വീണയ്ക്ക് 2 ലോണുകൾ എംപവർ ഇന്ത്യ ലിമിറ്റഡ് നൽകിയിരുന്ന സാഹചര്യമുണ്ട്. അത് തിരിച്ചടവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും വീണ്ടും മാസപ്പടി എന്നുള്ള നിലയിൽ വീണയുടെ കമ്പനിക്കും വീണയ്ക്കുമായി 8 ലക്ഷം രൂപ മാസം വരുന്നു. അതായത് 2.78 കോടി രൂപയുടെ ഇടപാടുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താനോ, ഏത് സാഹചര്യത്തിലാണ് ഈ IT സൊല്യൂഷൻസ്, IT സേവനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ്. അത്രയൊന്നും പ്രമുഖമല്ലാത്ത ഒരു കമ്പനിക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CMRLന് എന്ത് സഹായമാണ് നൽകാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഈ CMRLുമായി നൽകിയിട്ടുള്ള ഈ IT സേവനങ്ങളുടെ വിശദാംശങ്ങൾ നേരിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്, അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നായിരുന്നു വീണ നൽകിയ മറുപടി. പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ, വലിയ തുകയുടെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ആദായ നികുതി വകുപ്പ് ആദ്യഘട്ടത്തിൽ 1.8 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തുകയും കണക്കുകളില്ലാത്ത പണം കണ്ടെത്തുകയും അതിൽ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ വീണ്ടും 2.78 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്രയേറെ കോടി രൂപയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. അത് ഏത് തരത്തിലാണ് അത്തരം ഇടപാടുകൾ നടത്തിയിട്ടുള്ളതെന്ന് രേഖ സൂക്ഷിക്കണം. അത് ഇൻകം ടാക്സിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് അതോറിറ്റിക്കോ അതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടാക്കണം, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കണം. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ എക്സാലോജിക്ക് ഇവർക്ക് IT സേവനങ്ങൾ CMRL നൽകിയെന്ന് അവകാശപ്പെടുന്നത്. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് വീണ പറഞ്ഞിരുന്നത്. നേരിട്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്, അത്തരം സഹായങ്ങളാണ് നൽകിയെന്ന്. പക്ഷേ അത്രയൊന്നും പ്രമുഖമല്ലാത്ത, അത്രയൊന്നും പ്രാഗൽഭ്യമില്ലാത്തൊരു കമ്പനി തന്നെയാണ് എക്സാലോജിക്കുന്നത്. കണക്കിൽപ്പെടുമ്പോൾ CMRL പോലെ ഒരു കമ്പനിക്ക് എന്ത് സഹായമാണ് വീണയുടെ കമ്പനി നൽകിയതെന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഈ മുൻ സർക്കാരിൻ്റെ, അതായത് വീണയുടെ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് ഈ ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. അത് മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ ഇടപെടലുകളുണ്ടോ, മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് ഇടപെടലുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ EDക്ക് നൽകിയ വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ്. 10 മണിക്കൂർ നീണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വീണയുമായുള്ള ചോദ്യം ചെയ്യൽ. വീണ്ടും അടുത്തയാഴ്ച വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് ED അറിയിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മുൻ സർക്കാരിലേക്കും EDയുടെ അന്വേഷണം നീങ്ങുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള വഴിവിട്ട ഇടപാടുകളടക്കം പരിശോധിക്കും. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.